ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ ഏത് പാർട്ടികൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ഇത് PR ഏജൻസികളുടെയും അതുപോലെ സർവേ നടത്തുന്ന ഏജൻസികളുടെയും കൂടി ഒരു പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച സജീവമാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്, ഏത് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലും ഈ സർവേ നടത്തുന്ന ഏജൻസികൾ PR ഏജൻസികൾ, അതായത് നേരത്തെ ഈ നേതാക്കളെയൊക്കെ ആശ്രയിച്ചാണ്, നേതാക്കൾ പ്രവർത്തകരെ ആശ്രയിക്കുന്നു. ആ നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നതെങ്കിൽ ഇപ്പോൾ അത് ക്യാമ്പയിൻ മാനേജർമാർ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകുന്നു, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു നേരത്തെ പാർട്ടിയാണ് കാര്യങ്ങൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു, അവർ താഴെത്തട്ടിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അത് ഏത് മുന്നണിയുടേതായാലും എല്ലാ മുന്നണികളും ഇത് പരമാവധി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലൊരു ഉദാഹരണമാണ് ഇവിടെ ഈ ചർച്ച ചെയ്ത ഈ നുണകളുമായി ബന്ധപ്പെട്ട സൈബർ പേജ്. അതിനെ കൗണ്ടർ ചെയ്യാൻ മറ്റ് മാർഗങ്ങളൊക്കെ മറ്റു മുന്നണികളും പാർട്ടികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു പോരാട്ടം കൂടിയാണ് ഈ PR ഏജൻസികളും അതോടൊപ്പം സർവേ നടത്തുന്ന ഏജൻസികളും തമ്മിലുള്ള തന്ത്രങ്ങളുടെ ഒരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന്. രാഷ്ട്രീയം മാത്രമല്ല. അല്ല, ഇതിനകത്ത് ഇപ്പൊ വി ഡി സതീശൻ ഇപ്പൊ MV ഗോവിന്ദനെ പിന്നെ നുണയനെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം പറഞ്ഞത് പിന്നെ ആരോഗ്യമന്ത്രിക്ക് പെടലി ഉളുക്കി, ആരോഗ്യമന്ത്രിയെ പിടിച്ചു തിരിച്ചു, കഴുത്തുളുക്കി എന്നൊക്കെ പറഞ്ഞത് ശുദ്ധ നുണയാണ് എന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഏജൻസികളുടെ യുദ്ധം കൂടിയാണോ ഈ വരുന്ന നിയമസഭാ? ഉറപ്പായിട്ടും അതെ, ഉറപ്പായിട്ടും PR ഏജൻസികളുടെ അവരുടെ സ്ട്രാറ്റജികൾ തന്നെയാണ്. കനകോല് മാത്രമല്ല ഇറങ്ങിയിട്ടുണ്ട്. കനകോല് മാത്രമല്ല, എല്ലാ പാർട്ടികളും. മാത്രമല്ല, എനിക്കൊന്ന് പല മുദ്രാവാക്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേൾക്കുന്നതൊക്കെ ചില ഈ PR ഏജൻസികളിലെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ ഭാവനാസമ്പന്നരായ ആളുകൾ 2004 BJPയുടെ അന്നത്തെ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം. അത് പക്ഷേ ആ നിലയിലുള്ള ഒരു മുദ്രാവാക്യത്തിന്റെ സ്വഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇപ്പൊ 2016 വന്നപ്പോൾ LDF വരും, എല്ലാം ശരിയാകും എന്നുള്ളത്, ക്യാപ്റ്റൻ എന്നുള്ള വിശേഷണം, അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ PR ഏജൻസികൾ തയ്യാറാക്കുക, അവർ താഴെത്തട്ടിലേക്ക് പിന്നീട് പ്രവർത്തകരിലേക്കൊക്കെ കൊടുക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ചർച്ച ചെയ്യുക എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.